സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട്. കൂണൊക്കെ നമ്മളങ്ങ് മുളപ്പിച്ചെടുക്കുവാங்க. എന്താണ്? കാല് ഭദ്രം, കാല് സൂക്ഷിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ ഈ കാല് വേണം. കാല് വാരാനും. എന്താ കാലിനെന്താ കുഴപ്പം? കാലടിച്ചൊടിക്കൂന്ന് അറിഞ്ഞില്ലേ? ഇതൊന്നും അരമനയിലോട്ട് ചെന്ന് കയറി കൊടുക്കരുതെന്ന്. കാല് തല്ലി ഒടിക്കും. എന്തോ എങ്ങനെ എങ്ങനെ വോട്ടും തേടി പോകരുതെന്ന് അരമനയിലേക്ക്. എന്റെ കർത്താവേ, അവിടെ ഞാൻ പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. പത്രത്തിലില്ലല്ലോ ഇതും വായിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പ്രോഗ്രാം തുടങ്ങുന്ന സമയാന്വേഷിച്ച് ഞാൻ പറയാം. ശരി, പിന്നെ വായിക്കാം. എല്ലാവർക്കും നാടൻ തല്ലിലേക്ക് സ്വാഗതം. അല്ല, ചൂടുള്ള വാർത്തയൊക്കെ ഉണ്ട്. ചൂടുള്ള വാർത്തയൊക്കെ എന്താ കുഴപ്പം? കുഞ്ഞളിയനെ വലിയ അളിയനാക്കണം എന്ന് പ്രേക്ഷകരുടെ അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ കണ്ടു. ഞാൻ വലിയ അളിയനായിട്ടുണ്ട്. അവർക്ക് എന്നെ എങ്ങനെ വേണേലും കാണാം. അതെ അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വലിയ അളിയ, കുഞ്ഞളിയ, വലിയ എന്താ വിളിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം. കാലെന്തായാലും സൂക്ഷിച്ചോ. എന്റെ കാലിലൊരു ഈ കാല് പോയി എവിടെയും കൊണ്ട് കുത്തും. അത് ശരിയാ. കാല് വെട്ടാനും അറിയാം. കുത്തിയ കാല് പുറകോട്ട് എടുത്തില്ലെങ്കിൽ അവര് വെട്ടിക്കളയും. ഹേ, ആരോട് ഞങ്ങളോട് അരമനെ കയറരുതെന്ന് പറഞ്ഞത്? ക്ലൂ തരാം. പായിലുണ്ട്, പള്ളിയിലുണ്ട്. കൂടുതൽ ക്ലൂ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, നമുക്ക് മനസ്സിലായി. ആരാണാവോ? തലശ്ശേരി അതിരൂപത. നമുക്കിട്ട് കുറെ ആയിട്ട് പണിയാൻ നോക്കിക്കൊണ്ടിരിക്കുക. നടക്കത്തില്ല. പാമ്പിളാനി ഇത് ഇവിടെ നടക്കത്തില്ല. നിങ്ങളുടെ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടോ, അല്ലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. കുറെ ആയി. കഴിഞ്ഞ തവണ മറ്റേ റബ്ബറിന് വില കൂട്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തള്ളിക്കറി കൊണ്ടുവന്നത്. കേന്ദ്രത്തിന് ഒരു MP കൊടുക്കാവെന്ന്. അതങ്ങോട്ട് പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. അതിന് മുമ്പ് മണിപ്പൂരി കത്തി. അവിടെ കുറെ ക്രിസ്ത്യാനികളെ എടുത്തിട്ട് കൊടുത്തു. നമുക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നു. കർഷകർ അവിടെ സമരം നടത്തി. നമ്മൾ കർഷകരുടെ കൂടെയാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. വയനാട്ടിൽ തൊട്ട് കളിക്കല്ലേ, ജന ഇളകും, കേറി അടിക്കും. 8ാം ക്ലാസ്, വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇതൊക്കെ ആരെന്ന് അറിയാമോ? ഇവർ രണ്ടുപേരും അറിയാമോ? ഈ കാട്ടാന ചവിട്ടിക്കൊന്ന ആ അജീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. ഇത്രയും ചങ്കൂറ്റുള്ള 2 പിള്ളേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരുടെ അച്ഛൻ മരിച്ചു സത്യം അവർക്ക് മനസ്സിലായി. എന്നിട്ട് 4-5 ദിവസം കഴിഞ്ഞ് കയറി ചെന്ന മന്ത്രിമാരെ പുറങ്ങാനല്ലേ അവർ അടിച്ചത്? നാണം ഇല്ലല്ലോ. കുഞ്ഞു വായിൽ വലിയ വർത്തമാനം. അവർ പറഞ്ഞതാ ഇപ്പൊ തെറ്റ്. നമ്മൾ ഈ ആട്ടി വിട്ടതിന് പിന്നിൽ കോൺഗ്രസ് ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ പിന്നിൽ കോൺഗ്രസ്, പിന്നിൽ BJP എന്നൊക്കെ പറയാൻ അറിയാവൂ. നിങ്ങൾ ഒരു കാര്യം അറിയോ? ഈ BJPയും കോൺഗ്രസിനെയും നിങ്ങൾ ഈ പാർട്ടിക്കാരെ എല്ലാം വളർത്തിയിട്ട് ആരാ? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളായേ. അവർക്ക് പറയാൻ അറിയാം, സംസാരിക്കാൻ അറിയാം. അല്ലാതെ ചുമ്മാ ആ കുട്ടികളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാ. ഇനിയിപ്പൊ അങ്ങനെ പറ. ആ കുട്ടികളെ കൊണ്ട് പറഞ്ഞു പറയും. പിന്നല്ലാണ്ട് കാട്ടാനയും അതുപോലെ തന്നെ കടുവയെടുത്ത് പോയി ചോദിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വരണ്ട. പിന്നെ അല്ലാതെ സ്വന്തം അച്ഛൻ മരിച്ച ആ വീടിന്റെയും നാടിന്റെയും ഒരു നട്ടലായ സ്വന്തം അച്ഛൻ മരിച്ച് നിൽക്കുക. ആ കുട്ടിയുടെ അടുത്ത് ഒന്നെങ്കിൽ അന്ന് പോയി ആശ്വസിപ്പിക്കണമായിരുന്നു. ഒന്നെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ 4 ദിവസം കഴിയുമ്പോ ചെന്നേക്കുന്നു ആശ്വസിപ്പിക്കാൻ. പേടിയല്ലേ? വനം മന്ത്രി പറയാണ് വയനാട്ടിൽ പോയിട്ട് കാര്യമില്ല, തിരുവനന്തപുരത്ത് ഇരുന്നോണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതിയെന്ന്. അല്ല, നമ്മൾ അന്നത്തെ ദിവസം അവിടെ പോത്തതിന് കാര്യമുണ്ട്. എന്താ ടൂറിലായിരുന്നു? നമ്മൾ അതീവ ദുഃഖത്തിലായി. അതെ അതെ അതെ. ആ കുടുംബത്തെ കാണാനുള്ള ശേഷി, അവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും. അതെ, വയസ്സായവരാണല്ലോ. ആ ശേഷി, ആ ദുഃഖം അങ്ങോട്ട് കൂടിയത് കാരണം ആശുപത്രിയിൽ എങ്ങനെ ആയി പോയാലോ അല്ലേ? അതല്ലേ. പ്രത്യേകിച്ച് വനമന്ത്രി ലോലഹൃദയനാണ്. ശരിയാ. തക്കുടു ഭാവിയാണ്. മീയാവാണ്. അങ്ങോട്ട് അതിലേക്കൊന്നും കിടക്കണ്ട കേട്ടോ. അതിലേക്കൊന്നും കിടക്കണ്ട. കടന്നാലേ അവിടെ കുറ്റം. നമ്മൾ പറയുന്ന ഇതാണ്. ഞാൻ പറയട്ടെ, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് സമ്മതിക്കുന്നു. ആന ഇറങ്ങി അവിടെ ഒരു അങ്ങനെ ദാരുണമായ സംഭവം നടന്നു. ആന ഇറങ്ങി എപ്പോ അറിഞ്ഞു? ഈ ആന എന്റെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു ആന ഇറങ്ങി. എന്നിട്ട് ഇവരാരും അറിഞ്ഞില്ല. കർണാടകയിൽ നിന്ന് ഒരു ആന എത്തി. ആന ഒരു പാവം മനുഷ്യനെ ചവിട്ടി കൊന്നപ്പോഴാണ് അറിഞ്ഞത്. ആനയുടെ കഴുത്തിൽ ഇത്ര നെടുനീളത്തിനൊരു സാധനം കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ആനയെ കെട്ടിയ താലിയൊന്നും അല്ല അതാരും. അത് റേഡിയോ കോളറാണ്. 5-10 ലക്ഷം രൂപ മുടക്കുന്ന കാര്യങ്ങൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സുഹൃത്തുക്കളെ? അന്ന് നമ്മുടെ അരിക്കൊമ്പന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. 5-10 ലക്ഷം മുടക്കിയുള്ള ഈ റേഡിയോ കോളർ എന്തിനാ ഇത് ഘടിപ്പിക്കുന്നേ? അത് ഞാൻ ചോദിക്കാം. ആന വരുമ്പോൾ അറിയാം. എന്നിട്ട് അറിഞ്ഞോ? ആന വരുമ്പോൾ അറിയാൻ ഇപ്പോൾ ഒരു സിഗ്നൽ ഉണ്ട്. ഒന്നെങ്കിൽ ഒരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും വീട് തകർക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പേടിപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി എടുത്ത് കൊക്കയിലേക്ക് കിടും. അതെ, ലേലു വലു എന്ന് ഈ പാവം പിടിച്ച മനുഷ്യന്മാർക്ക് പറഞ്ഞാലും മതി, അവർക്ക് മനസ്സിലാവും. തൊഴുത്തിൽ കിടന്ന പശുവിനെ ആ കടുവ ചന്നാ പിന്നാനെ കടിച്ചു കീറി.
എന്നിട്ട് അവർക്ക് ആ വിഷമം പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ. ഇത് കർഷകരാണ് കുറ്റക്കാരെന്ന്. നമ്മൾ വേറെ പശുവിനെ മേടിച്ചു കൊടുക്കും. വയനാട്ടിൽ കൊണ്ട് വീട് വെച്ചു കൊടുത്തായിരിക്കും അതിനെക്കാട്ടി അടുത്ത കുറ്റം എന്നായിരിക്കും ഇനി അടുത്ത പറയാൻ വന്നത്. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യ്, വയനാട് എന്ന് പറഞ്ഞ ജില്ല അങ്ങ് വേണ്ട. പറ്റത്തില്ല. എന്താ പറ്റത്തില്ല? വോട്ട് നമ്മൾ പറയട്ടെ, ഇപ്പൊ വയനാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? അതിലേക്കാണ് വരേണ്ടത്. ഇപ്പൊ വയനാട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പാതിരിമാരല്ലേ? അതെ, ഈ പാതിരിമാരല്ലേ? ഇവരെന്തിനാണ് ഈ കർഷകരെ ഇളക്കി വിടുന്നത്? എന്തിനാണെന്ന് സർക്കാരിനെതിരെ കർഷക പാമ്പ്ളാനി അവിടെ ചെന്ന് കുറെ പഞ്ച് ഡയലോഗ് ഒക്കെ അടിച്ചായിരുന്നു. ഇതൊന്നും ഇങ്ങോട്ടേക്കൂല കേട്ടോ. പഞ്ച് ഡയലോഗിന്റെ കാര്യം ആരും ഇവിടെ ഒന്നും പറയണ്ട. വാളിനിടയിലൂടെ നടന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചേക്കുന്നു. ഈ ഊരിപ്പിടിച്ച വാളും ഒന്നും അവർക്കൊരു പേടിയും ഇല്ല. ഊരിപ്പിടിച്ച വാള് വന്നാലും ശരി, ഊരാത്ത വാള് വന്നാലും ശരി, ഈ കാട്ടാനയുടെയും ഇരട്ടയാനയുടെയും കടുവയുടെയും ഇടയിൽ കൂടെയാണ് ആ മനുഷ്യന്മാർ നടക്കുന്നത്, ആ മനുഷ്യന്മാർ ജീവിക്കുന്നത്. അവർക്ക് ഈ ഊരിപ്പിടിച്ച വാളിന്റെ കഥ കൊണ്ട് പോകട്ടെ. അവിടുത്തെ തന്നെ ഈ ഇത്രയുള്ള പിള്ളേർ കയറി ചിരിക്കും. അതുകൊണ്ട് ഈ കഥ പറയല്ലേ. അല്ല, ഈ പാതിരിമാരുടെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, സജി ചെറിയാൻ ഈ ഇടയ്ക്കല്ലേ ഒരു വീടിന്റെ കാര്യം പറഞ്ഞിട്ട് അത് ഞാൻ ഇനി ഓർമ്മിപ്പിക്കണോ ആ ഡയലോഗ്? പിന്നീട് തിരുത്തി. ഓർമ്മയുണ്ടോ? അതെന്തിനായിരുന്നു? ആരെ പേടിച്ചായിരുന്നു? നിങ്ങൾക്ക് മാത്രം ആരെയും പേടിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആർക്കും പേടിയില്ല. അല്ലെ, പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പഞ്ചപുച്ച അടക്കി നിൽക്കണം എന്ന് മാത്രമാണോ? അല്ലെങ്കിൽ ആ പുള്ളിക്ക് ആരെയും പേടിയില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ അരമല കയറി തെണ്ടി നടന്ന് വോട്ട് ചോദിക്കുന്നത് നമ്മളൊന്നും അല്ല, കോൺഗ്രസ്സുകാരാണ്. അവരാണല്ലോ നട്ടല് വളഞ്ഞിങ്ങനെ നിൽക്കുന്നത്. നട്ടല് വെനിങ്ങി അങ്ങനെ നിന്നത്. ഈ അതൊന്നും ഒന്നുകൂടെ കാണിച്ച് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയേ. ഇതിങ്ങനെ പൊക്കെ. ഇത് ഓക്കെ. ഓർമ്മയുണ്ടോ ഇതാർക്കെങ്കിലും? ഇതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മോദി കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ തവണ എത്തിയപ്പോൾ ഇങ്ങനെ പോയി നിന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടോ? പാതിരിയുടെ കാര്യം പറയുമ്പോൾ മോദിയുടെ കാര്യം പറയണ്ട കേട്ടോ. മോദിയുടെ കാര്യം പറയണ്ട. പിന്നെ ആര് കാര്യം പറയണം? മോദിയുടെ കാര്യം പറയേണ്ടത്. ഈ പാമ്പ്ളാനിയാണ് അവിടെ പോയി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, ഇനി അങ്ങനെ മനസ്സിലാക്കുക. എന്തൊക്കെ പഞ്ച ഡയലോഗാണ് അവിടെ പോയി നടിക്കുന്നത്. ഞങ്ങളെ ആരും പേടിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾ ആരെയും കണ്ട് പേടിക്കത്തില്ല. പിണറായിയെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഈ രോക്ഷത്തിന്റെ ഒക്കെ പിന്നിലും പേടിയല്ലേ? പിന്നെ പേടി നമുക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അങ്ങനെ പേടിയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പേടിയൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരു തരം പേടിയൊന്നുമില്ല. പേടിയില്ല? ഒരു പേടിയില്ല. ഉറപ്പാണ്? നെഞ്ചു പിരിച്ചിരിക്കും. നെഞ്ചു പിരിച്ചിരിക്കും. ഇരട്ടച്ചങ്ങൽ നെഞ്ചും പിരിച്ചു നിൽക്കും. അല്ല, ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ പറ. ഈ ക്രിസ്ത്യാനികളുടെ ഒരു വോട്ട് നമുക്ക് വേണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ പറ. എന്ത് പണയണില്ലേ? അല്ല, പണയണില്ലേ? 1, 2, 3, 4, 5 സമയം കഴിഞ്ഞു. പണയല്ലല്ലോ. ഇത്രയേ ഉള്ളൂ. ഈ വീരശൂര പരാക്രമിയുടെ എല്ലാ കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പോൾ ഇനിയുള്ള ഇലക്ഷൻ തന്ത്രം ഇതായിരിക്കും. എല്ലാവരും ഒരു ബസ് പിടിച്ച് വയനാട്ടിലോട്ട് അങ്ങ് പോകും. വയനാട്ടിൽ പോയതിനു ശേഷം ഈ ഓരോ ജനതയും കണ്ട് ആശ്വസിക്കും പോട്ടെ. ഇത് ഇനി അടുത്ത കൊല്ലവും അവിടുത്തെ ജനം പറയുന്നുണ്ട്, വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ സർക്കാർ കയറിയിട്ട് ഏത് പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് വ്യക്തമായി അവർ ചോദിക്കുന്നുണ്ട്. ഉത്തരവുണ്ടോ കൊടുക്കാൻ? അപ്പൊ നമ്മൾ പറയട്ടെ, നമ്മള് ക്രൈസ്തവരോട് വോട്ട് ചോദിക്കുന്നില്ല. അവർ സ്നേഹത്തോടെ തരുന്നു. അതെ, ചെന്ന് കയറി കൊടുത്താലും മതി. സ്നേഹത്തോടെ തരും, മേടിച്ചോണം. അതൊക്കെ പോട്ട്. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നല്ലോ, സെക്രട്ടറിയിൽ ആരോ വരുന്നു. സെക്രട്ടേറിയറ്റിൽ മുഖ്യനെ കാണാൻ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. അത് ശരിയാ, മുഖ്യനെ കാണാൻ വരുന്നുണ്ട്. മുഖ്യത് കാണാനും വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അല്ലെ, അറിഞ്ഞായിരുന്നു? അറിഞ്ഞില്ല? സെക്രട്ടേറിയറ്റിൽ ആരും വരുന്നുണ്ടോ നമ്മളറിയാതെ? സെക്രട്ടേറിയറ്റിൽ വരുന്നു. നമ്മളല്ല, നിങ്ങൾ. സെക്രട്ടേറിയറ്റിൽ വരുന്നു. SFIO സംഘം അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിലോ AKG സെന്ററിലോ ഏവനേലും കേറിയ കരഞ്ഞ് കാല് പിടിക്കും. കേറല്ലേ? അതല്ല, നമ്മള് ചെമ്പട പിള്ളേര് നിരന്ന് കിടക്കുമ്പോ ചത്തപോലെ കിടക്കും. നമ്മുടെ നെഞ്ചത്തെ ഔട്ടി അവന്മാര് കേറത്തുള്ളൂ. അതെ, ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചില ആൾക്കാർ നിരന്ന് കിടക്കുന്നുണ്ട്. അതെങ്ങനെ കണ്ടായിരുന്നോ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കാണാൻ വല്ല സമയം കിട്ടിയായിരുന്നോ? കഷ്ടപ്പെട്ട് പാതിരയിൽ മുഴുവൻ കുത്തിരുന്ന് പഠിച്ചിട്ട് അവർ ആ PSC ടെസ്റ്റ് പരീക്ഷ എഴുതി, ആ റാങ്ക് ലിസ്റ്റ് കയറിയത്. എന്നിട്ട് അവരോട് ഒരു നന്ദി ഉണ്ടോ? നിങ്ങൾക്ക് നന്ദി വേണ്ട. അവർ അർഹിക്കുന്ന ഒരു ജോലി കൊടുത്തുകൂടി അവർക്ക്. ചത്ത പോലെ കിടക്കുന്നു ആ പിള്ളേർ. ഇപ്പോൾ മൊട്ടയടിക്കുന്നു, എന്തൊക്കെ അവർ ചെയ്യുന്നു. എന്തിനാ ആ ഇല വരെ അവർ കടിച്ച് തിന്നുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അജണ്ട ഇത് കോൺഗ്രസിന്റെ അജണ്ടയാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കുറെ ആൾക്കാരെ ഇറക്കി വിട്ട് നമ്മുടെ സർക്കാരിനെ അപമാനിക്കാനുള്ള വെറും നാറിയ രാഷ്ട്രീയം കളിക്കുമല്ലോ. കത്തിക്കഴിഞ്ഞു. ഇത് നാറിയ രാഷ്ട്രീയോ? ഇതെങ്ങനെ നാറിയ രാഷ്ട്രീയമാവും? അവിടെ കിടക്കുന്ന ഒരു പയ്യന്മാർക്ക് പോലും ഇല്ലെന്ന് വ്യക്തമായ രാഷ്ട്രീയം. അവർക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, PSC. അവർ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് PSC പഠിച്ച് കയറിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ഇപ്പം എല്ലാവർക്കും PSC ജോലിയൊന്നും കൊടുക്കാം. നിങ്ങൾ സജി ചെറിയ മന്ത്രി പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ? എടോ, PSCയുടെ ഒക്കെ കാലം കഴിഞ്ഞിടോ. അത് കാലം കഴിഞ്ഞു. എന്താ പിന്നെ ചെറുപ്പക്കാരെ,
മീൻ കച്ചവടമൊക്കെ നല്ല ജോലികളാണ്, നല്ല കാശ് കിട്ടും. എന്നാ പിന്നെ വീണ വിജയനോടും പിണറായി വിജയന്റെ മകനോടും പോയി മീൻ കച്ചവടം ചെയ്യാൻ പറ. എന്തിനാ പിന്നെ ഇത്രയും വലിയ തുകയും മേടിച്ച് മാസപ്പടിയും മേടിച്ച് ഇതൊക്കെ ചെയ്യുന്ന, ഈ ബിസിനസ് ചെയ്യുന്ന എക്സാലോജിക്ക് എന്തിനാ? പോയി മീൻ കച്ചവടം തുടങ്ങാൻ പറ. പോട്ടെ, മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൗസിൽ പശുക്കളുണ്ട്, പട്ടിക്കുട്ടികളുണ്ട്, ഈ വലിയ രീതിയിലുള്ള മീൻ വളർത്തൽ കേന്ദ്രമുണ്ട്. എന്നാ ഒരു മറ്റേ മീൻ കച്ചവടം തുടങ്ങാൻ പറ. പിണറായി ഫിഷ് മാർക്കറ്റ് എങ്ങനെയുണ്ട്? എന്തായി ഒരു അയ്യേ ഇല്ല, വേണമെങ്കിൽ തുടങ്ങാന്നേ ഉള്ളൂ. ആ അപ്പൊ മുഖ്യമന്ത്രി അല്ല, മീൻ വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ തവണ PSC ഈ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൽ മീൻ വിൽപ്പന നടത്തിയത് ഓർമ്മയുണ്ടോ? അല്ല, മീൻ വിൽപ്പന നടത്തിയ ഓർമ്മയുണ്ടോ? എന്നിട്ട് തൊഴിൽ കിട്ടിയത് ഓർമ്മയുണ്ടോ? എന്തിനാണ് മിസ്റ്റർ ഇങ്ങനെ അവരായിട്ട് കഷ്ടപ്പെടുത്തുന്നത്? പോട്ടെ, വിഷമിക്കണ്ട. അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ നമ്മള് ഒരു വഴിക്കൂടെ ശരിയാക്കിക്കൊണ്ട് വരുവാണല്ലോ ഇത്. ആ വഴി ആ വഴി പെഴുവഴി ആവാതിരുന്നാൽ മതി. അല്ല, ഇത് ശരിയാവണ്ടേ? ഇത് എന്തു പറ്റി? ശരിയാവുന്നില്ലേ ഒന്നും അങ്ങോട്ട്? ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ കയറിയതാണല്ലോ. ഇങ്ങോട്ട് കൊല്ലം മാറായി, ഇതുവരെ ഇന്ന് ശരിയായില്ലേ? അല്ല, 7:30 കഴിഞ്ഞു. 7:30 കഴിഞ്ഞു, എന്നിട്ടും ശരിയായില്ല. നമ്മളെന്താ അതെ, അതെ, ഇവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ട്, ഇവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ട് ജീവനോടെ കിടക്കുന്നത്, സ്വന്തം അധ്വാനത്തിൽ അവരുടെ ഭക്ഷിച്ച് ജീവനോടെ ഉണ്ട്. ഇനി അവരെയും കൂടെ കൊല്ലിക്കണം. ശരിയെന്നാ, എന്റെ വിശദീകരണം കഴിഞ്ഞില്ലേ? ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാം നമുക്കെന്നാ. കുഞ്ഞളിനെ വലിയളിനെ ആക്കിയിട്ടുണ്ട്. ശരി, ഇന്നത്തെയും അല്ല പോയി. ശരി, നന്ദിയുണ്ട്.